ഓം ശാന്തി. 14/2/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ശ്രീമത്ത് ലഭിച്ചിട്ടുണ്ട്. ആത്മാഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. ഒരു കാര്യത്തിലും നിങ്ങൾ ആർഗ്യൂ അല്ലെങ്കിൽ തർക്കിക്കരുത്. ഈ സംഗമയുഗത്തിൽ ബാബ നമ്മെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ച് നമ്മളെ സതോ പ്രധാനമാക്കുകയാണ്. സതോ പ്രധാനം എന്നാൽ സത്യുഗത്തിലെ സതോ പ്രധാനരായ ദേവീ ദേവതമാർ ആക്കുകയാണ്. അതിനായി നാം ഇപ്പോഴേ തന്നെ നമ്മളിൽ യോഗ്യത ഉണ്ടാക്കിയെടുക്കണം. ആ യോഗ്യതകളിൽ ഒന്നാണ് നാം ആരോടും തർക്കിക്കാതിരിക്കുക. ഒരു കാര്യത്തിലും ഒരഭിപ്രായ വ്യത്യാസത്തിൽ വരാതിരിക്കുക. ഇതിനായി ബാബ പറയുന്നു, ആത്മാ അഭിമാനിയായി ബാബയെ ഓർമ്മിക്കൂ. നാം എത്ര ആത്മാഭിമാനിയാകുന്നുവോ അത്രയും നാം മനസ്സിലാക്കും ഈ വിശ്വത്തിൽ നാം നമ്മുടെ പാർട്ട് അഭിനയിക്കാനായി വന്നിരിക്കുന്ന അഭിനേതാവാണ്. ഇപ്പോൾ കളി പൂർത്തിയാകുകയാണ്. തിരിച്ചു വീട്ടിലേക്ക് പോകേണ്ടതാണ്. നാം നമ്മുടെ നന്മയാണ് നോക്കേണ്ടത്, അല്ലാതെ നമ്മുടെ അഹങ്കാരത്തിനെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള കർമ്മമല്ല ചെയ്യേണ്ടത്. ചോദ്യം: ബുദ്ധിയോഗം സ്വച്ഛമായി ബാബയുമായി യോജിച്ചിരിക്കണം. ഇതിനുള്ള യുക്തി എന്താണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം: 7 ദിവസത്തെ ഭട്ടി. ആരെങ്കിലും പുതിയത് വരികയാണെങ്കിൽ അവരെ 7 ദിവസത്തേക്ക് ഭട്ടിയിൽ ഇരുത്തൂ. ഇതിലൂടെ ബുദ്ധിയുടെ അഴുക്ക് മാറും. മാത്രമല്ല, ഗുപ്തമായ ബാബയെയും ഗുപ്ത പഠിത്തത്തെയും ഗുപ്ത സമ്പാദ്യത്തെയും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ വന്ന് ഇരിക്കുകയാണെങ്കിൽ തളർന്നു പോകും. ഒന്നും തന്നെ മനസ്സിലാകില്ല. ഏറ്റവും ഉയർന്ന ഭഗവാൻ പഠിപ്പിക്കുന്ന ഏറ്റവും ഉയർന്ന പഠിത്തമാണിത്. ഈ പഠിത്തം ഒന്നും മനസ്സിലാക്കുന്നതിനു വേണ്ടി തന്നെയും ബുദ്ധി സ്വച്ഛമായിരിക്കണം. അല്പമെങ്കിലും നിലവാരം പുലർത്തുന്ന ഒരു ബുദ്ധിയാണെങ്കിൽ മാത്രമേ ഈ ഉയർന്ന ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ഈ ജ്ഞാനം മനസ്സിലാക്കുന്നതിന് എന്ത് യുക്തിയാണ് നാം ചെയ്യേണ്ടത്? അവരെ 7 ദിവസത്തെ ഭട്ടിയിൽ ഇരുത്തണം. യജ്ഞത്തിൽ സേവനം തുടങ്ങുന്ന സമയത്ത് ഈ 7 ദിവസത്തെ കോഴ്സ് കൊടുക്കുന്നതിന് അവരോട് ഭട്ടിയിലിരിക്കാൻ പറയുമായിരുന്നു. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതെ ഈ ക്ലാസ്സുകളിൽ തന്നെ ശ്രദ്ധ കൊടുക്കാൻ പറയുമായിരുന്നു. ഇങ്ങനെ ആരാണോ ശ്രദ്ധിച്ചു കേൾക്കുന്നത് അവരുടെ ബുദ്ധിയിൽ നിന്നാണ് അഴുക്കെല്ലാം മാറി കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഗുപ്തമായ ബാബയാണ്, ഗുപ്തമായ പഠിത്തമാണ്, ഗുപ്തമായ സമ്പത്താണ്. ഈ പഠിത്തം പഠിപ്പിക്കുന്ന ബാബ നിരാകാരനാണ്. ഈ പഠിത്തം ലോകത്തിലെ ഒരു പുസ്തകങ്ങളിലും കാണുന്ന പഠിത്തമല്ല, പുതിയ പഠിത്തമാണ്. മാത്രമല്ല, നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് അത് സത്യയുഗത്തിലേക്കുള്ളതാണ്. ഈ സമയത്ത് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ എല്ലാവർക്കും എല്ലാത്തിനും തെളിവാണ് വേണ്ടത്. ഇവിടെ തെളിവ് കുറവും എന്നാൽ അനുഭവം വളരെ കൂടുതലും ആണ്. ഇങ്ങനെ അനുഭവത്തിന്റെ ആധാരത്തിലാണ് ഈ ജ്ഞാനം നാം കൃത്യമായി മനസ്സിലാക്കുന്നത്, അത് ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. വെറുതെ ഒരാളിരുന്ന് കേൾക്കുകയാണെങ്കിൽ അവർക്കിത്രയും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കില്ല. പകരം ആശയക്കുഴപ്പത്തിൽ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബാബ പറയുന്നത് 7 ദിവസത്തെ ഭട്ടിയിൽ ഇരുത്തണം. അങ്ങനെയാണ് അവർക്ക് ക്ലാസ് കൊടുക്കേണ്ടത്. ഗീതം: ഉണരൂ സജനികളെ, ഉണരൂ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സദാ ഹർഷിതമായിരിക്കുന്നതിന് നത്തിങ് ന്യൂ, അതായത് ഒന്നും പുതിയതല്ല, ഈ പാഠം ഉറപ്പിക്കണം. പരിധിയില്ലാത്ത ബാബ
നമ്മെ പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നമുക്ക് തരികയാണ്. ഈ സന്തോഷത്തിൽ ഇരിക്കണം. 2. ജ്ഞാനത്തിന്റെ നല്ല നല്ല ഗീതം കേട്ട് സ്വയം തന്നെ റീഫ്രഷ് ആക്കണം. അതിന്റെ അർത്ഥം മനസ്സിലാക്കി മറ്റുള്ളവർക്കും കേൾപ്പിച്ചു കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, സദാ സന്തുഷ്ടമായിരിക്കുന്നതിന്, ഹർഷിതമായിരിക്കുന്നതിന്, ഒന്നും പുതിയതായി സംഭവിക്കുന്നതല്ല, നത്തിങ് ന്യൂ എന്ന പാഠം മനസ്സിൽ നന്നായി ഉറപ്പിക്കണം. എന്ത് നാം ഈ നാടകത്തിൽ കാണുന്നുവോ അത് ഒരുപക്ഷെ ഈ കൽപ്പത്തിൽ പുതുതായി സംഭവിക്കുന്നതായിരിക്കാം. പക്ഷേ മൊത്തത്തിൽ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഓരോ 5000 വർഷവും സംഭവിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കി ഹർഷിതമായി ഇരിക്കണം. പരിധിയില്ലാത്ത ബാബ നമുക്ക് പരിധിയില്ലാത്ത ചക്രവർത്തി പദവിയാണ് തരുന്നത്. പരിധിയില്ലാത്ത ചക്രവർത്തി പദവി എന്നാൽ ഒരു പരിധിയുള്ള രാജ്യത്തിന്റെ അധികാരിയല്ല, പരിധിയില്ലാത്ത ലോകത്തിന്റെ അധികാരിയാണ് നാം ആകുന്നത്. ലോകത്തിന്റെ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിൽ പ്രകൃതിയും ഉൾപ്പെടുന്നു, സമയവും ഉൾപ്പെടുന്നു. എല്ലാത്തിൻ്റെയും അധികാരിയാവുകയാണ്. ഈ ഒരു സന്തോഷം ഉണ്ടായിരിക്കണം, ലഹരി ഉണ്ടായിരിക്കണം. 2ാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഏതെങ്കിലും സമയം ഒരൽപ്പം തളർന്നിരിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബാബയുടെ ഓർമ്മ സഹജമായി വരുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഉടൻ തന്നെ ബാബയുടെ പാട്ട് കേൾക്കണം. പലതരത്തിലുള്ള പല ഭാഷകളിലുള്ള പാട്ടുകളുണ്ട്. ഈ പാട്ടുകൾ കേൾക്കുന്നതിലൂടെ നാം റീഫ്രഷായി തീരും. മനോഹരമായി പല ഭാവഭാവനകൾ വ്യക്തമാക്കുന്ന പാട്ടുകളായതുകൊണ്ട് അവ കേട്ട് മനസ്സിലാക്കുമ്പോൾ നാം റിഫ്രഷായി തീരുന്നു. മാത്രമല്ല നാം ഇത് മറ്റുള്ളവർക്കും കേൾപ്പിച്ചു കൊടുക്കണം, അവർക്കും സന്തോഷമാകും. വരദാനം: മായയുടെ ബന്ധങ്ങൾക്ക് ഡൈവേഴ്സ് കൊടുത്ത് ബാബയുടെ ബന്ധങ്ങളിൽ വാക്കുറപ്പിക്കുന്ന മായാജീത്തും മോഹജീത്തുമായി ഭവിക്കട്ടെ. ഇപ്പോൾ സ്മൃതിയിലൂടെ പഴയ ബന്ധങ്ങളെയെല്ലാം ക്യാൻസൽ ചെയ്ത് സിംഗിൾ ആകണം. പരസ്പരം ഓരോരുത്തരുടെയും സഹയോഗിയായിരുന്നോളൂ, എന്നാൽ കമ്പാനിയൻ അല്ല. കമ്പാനിയൻ ഒരാളെ മാത്രമാക്കുകയാണെങ്കിൽ മായയുടെ ബന്ധങ്ങളിൽ നിന്ന് ഡൈവേഴ്സ് ആയിക്കോളും. മായാജീത്തും മോഹജീത്തും വിജയിയും ആയിരിക്കും. ഒരൽപ്പമെങ്കിലും ആരിലെങ്കിലും മോഹമുണ്ടെങ്കിൽ തീവ്ര പുരുഷാർത്ഥിക്ക് പകരം പുരുഷാർത്ഥി ആയിത്തീരും. ഇതിനാൽ എന്തു തന്നെ ആയാലും എങ്ങനെ തന്നെ ആയാലും സന്തോഷത്തിൽ നൃത്തം വെച്ചുകൊണ്ടിരിക്കൂ. ഇരയ്ക്ക് പ്രാണവേദന, വേട്ടക്കാരന് സന്തോഷം. ഇതിനെയാണ് പറയുന്നത് നഷ്ടമോഹ എന്ന്. ഇങ്ങനെ നഷ്ടമോഹ ആയിരിക്കുന്നവരാണ് വിജയമാലയിലെ മണിയാകുന്നത്. വിജയമാലയിലെ മണിയാകുന്നതിന് നാം സമ്പൂർണമായും മോഹത്തെ ജയിച്ചവരും മായയെ ജയിച്ചവരുമാകണം. ഇങ്ങനെ മായയെ ജയിക്കാനും മോഹത്തെ ജയിക്കാനും മറ്റുള്ള എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഡൈവേഴ്സ് എടുത്തിട്ട്, അത് പുറമേയുള്ള ഡൈവേഴ്സ് അല്ല, മനസ്സുകൊണ്ട് ഡൈവേഴ്സ് എടുത്ത് ഒരു ബാബയിൽ മാത്രം സ്നേഹം വെക്കണം, ഒരു ബാബയെ മാത്രം സ്വന്തമാക്കണം. തീർച്ചയായും പുറമേന്ന് നാം ആരെയും വിട്ടുപോവുകയല്ല, എല്ലാവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ആ സ്നേഹവും ബഹുമാനവും സഹയോഗവും എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ നാം മനസ്സുകൊണ്ട് ഒരു ബാബയുടേത് മാത്രമായിരിക്കുകയാണെങ്കിൽ എന്തു തന്നെ സംഭവിച്ചാലും ഒരിക്കലും മനസ്സ് ചഞ്ചലപ്പെട്ടു പോകില്ല, മായയിൽ പെട്ടുപോകില്ല. ഇരയ്ക്ക് പ്രാണവേദനയായിരിക്കും, പക്ഷേ വേട്ടക്കാരന് സന്തോഷം എന്ന രീതിയിൽ നമ്മളുടെ ചുറ്റും എന്തു തന്നെ സംഭവിച്ചാലും നാം ഇളകിപ്പോകില്ല. ഇത്രയും ശക്തമായി നഷ്ടമോഹ ആയാൽ മാത്രമേ നാം വിജയമാലയിലെ മണിയാകുള്ളൂ. സ്ലോഗൻ:
സത്യതയുടെ വിശേഷതയിലൂടെ ഡയമണ്ടിന്റെ തിളക്കം വർദ്ധിപ്പിക്കൂ. ഓം ശാന്തി.